نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി യഥാർത്ഥ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു പ്രായമായ വയോധികയായ ഒരു സ്ത്രീ അവരുടെ മക്കളുടെയോ പേരക്കുട്ടികളുടെയോ ഒരു ഫോൺ എടുത്തുകൊണ്ട് അതിൽ ഏറ്റവും പുതിയ AI ടൂളായ ജെമിനിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ. ആ അമ്മ ജെമിനിയോട് പല കാര്യങ്ങളും കുശലാന്വേഷണമായിട്ടും കൊണ്ടും വളരെ സ്വാഭാവികമായിട്ടുമൊക്കെ ചോദിക്കുകയാണ്. അതിനൊക്കെയുള്ള മറുപടി അപ്പുറത്ത് നിന്ന് തൻ്റെ ഫോണിലൂടെ ഒരു AI സംവിധാനം തനിക്ക് മറുപടി നൽകുമ്പോൾ വളരെ കൗതുകത്തോടെ അതിനെ കാണുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഈ വീഡിയോ പല ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായത് ആശയവിനിമയം അത് അത്രമേൽ എളുപ്പമായ ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു കാര്യം മറ്റൊരാളോട് സംവദിക്കുവാനും സംസാരിക്കുവാനുമൊക്കെ വളരെ എളുപ്പമായ, ഒരുപക്ഷെ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് എത്രയോ നമുക്ക് കാര്യങ്ങൾ സുതാര്യമായി എളുപ്പമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി കഴിഞ്ഞ ആഴ്ച വ്യക്തിപരമായി ഉണ്ടായ ഒരു അനുഭവം. ഒരു ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടപ്പോഴേക്കും അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഭർത്താവ് ഒരു തിരക്ക് പിടിച്ച ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. തൻ്റെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 4 മാസമായപ്പോഴേക്കും ഭാര്യയുമായി അല്ലെങ്കിൽ തൻ്റെ നവവധുവുമായി ചെലവഴിക്കേണ്ട സമയത്തെപ്പറ്റി കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ പോവുകയും അവളുമായി സംസാരിക്കാതെയും പലപ്പോഴും ചാറ്റ് ചെയ്യാതെയും
പല വിളികൾക്കും ഉത്തരം നൽകാതെയും ഒക്കെ ജോലി മാത്രം ശ്രദ്ധിച്ചു പോയ ഒരു ഭർത്താവ്, അവർ തമ്മിലുള്ള മറ്റു പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അടിസ്ഥാന വിഷയം ആയതുകൊണ്ട് തന്നെ ആ ബന്ധം വേർപെടുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ആഴ്ചയുണ്ടായി. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ചില കാഴ്ചപ്പാടുകൾ, ചില തിരിച്ചറിവുകൾ, ചില ഉൾക്കാഴ്ചകൾ നാം ഏവർക്കും നേടിയെടുക്കേണ്ടതുണ്ട്. വാർത്താ വിനിമയ രംഗങ്ങളൊക്കെ വളരെ വലിയ രൂപത്തിൽ വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം. നാം ഏവരും ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മിനിറ്റുമൊക്കെ നമ്മൾ വളരെ കൃത്യമായി എടുത്തു നോക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതുമായി അത്രമേൽ ബന്ധിതമായ ഒരു ജീവിതമാണ് ഇന്ന് നാം ഏവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഇതിൽ നിന്ന് അന്യമായി മാറിപ്പോവുക എന്നത് സാധ്യമല്ലാത്ത വിധം നമ്മളെല്ലാവരും ബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, കാലക്രമേണ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ പല വിഷയങ്ങളും. പണ്ട് മനുഷ്യന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചക്രം കണ്ടുപിടിച്ചത് വലിയ വിപ്ലവകരമായിരുന്നു. ഒരു ചക്രം ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് മനുഷ്യന് ഒരു ഭാരം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന ആശയം തന്നെ ഉടലെടുക്കുന്നത്. അതിനുശേഷമാണ് യാത്രയെപ്പറ്റിയും സഞ്ചാരമാർഗങ്ങളെ പറ്റിയുമൊക്കെ അവൻ അന്വേഷിച്ചു പോകുന്നത്. അങ്ങനെ ആ സഞ്ചാരമാർഗങ്ങൾ അതിന്ന് ഏറ്റവും ഒടുവിൽ ഏറ്റവും അത്യാധുനികമായ ശൂന്യാകാശത്തേക്കും മറ്റൊക്കെ പോകുന്ന പിന്നെ ബഹിരാകാശ പര്യവേക്ഷണങ്ങളും അതുപോലെ അന്തർവാഹിനികളൊക്കെ ആയി ഏറ്റവും അതിന്റെ ഉത്തുംഗതയിലെത്തി നിൽക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ആശയവിനിമയത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്മാർട്ട് ഫോണുകളും. പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അന്ന് പലപ്പോഴും ഒരാശയം മറ്റൊരാൾക്ക് സംവദിക്കണമെങ്കിൽ അത് പലപ്പോഴും വാഗ്ധോരണികളായിക്കൊണ്ടും വായ്ത്താരകളായിക്കൊണ്ടും ഒക്കെയായിരുന്നു സംസാരത്തിലൂടെ നമ്മൾ പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് പല രൂപത്തിലുള്ള മാറ്റങ്ങളുണ്ടായി. ഈ സംസാരത്തിന് ശേഷം ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തണമെന്ന് മനുഷ്യൻ ആലോചിച്ചു. അതിനുശേഷമാണ് പലപ്പോഴും എല്ലുകളിലും തോലുകളിലും ഇലകളിലും പാറകളിലും ഒക്കെയായി കല്ലുകളിലുമൊക്കെയായി പലതും രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പരിശുദ്ധ ഖുർആൻ പോലും അങ്ങനെയാണല്ലോ രേഖപ്പെടുത്തപ്പെട്ടു വെച്ചത്. പിന്നീട് അതിനുശേഷം പേപ്പർ കണ്ടുപിടിച്ചതിന് ശേഷം പേപ്പറും പ്രിന്റിങ്ങും ഒക്കെയായി അത് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയുണ്ടായി. അതിനും ശേഷമാണ് ഫാക്സും ടെലിഗ്രാഫും ടെലിഫോണും റേഡിയോയും ഒക്കെ അല്ലെങ്കിൽ ടെലിവിഷനും ഒക്കെ പിന്നീട് മുന്നോട്ട് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിലും അതിലും പുതിയ സംവിധാനങ്ങളിലേക്കുമായി നമ്മുടെ എല്ലാം ആശയവിനിമയ രംഗം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ AI-യും റോബോട്ടിക്സും ഏറ്റവും പുതിയ ടെക്നോളജിയും ഒക്കെ അതിന്റെ ഏറ്റവും പുതിയ രൂപത്തിലേക്ക് അതിനെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്നത് ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാക്കി തന്നു എന്നത് ഒരുപാടധികം സമയ ലാഭമാണ്. ഒരുപാട് യാത്രകളും ദൂരങ്ങളും സഞ്ചാരങ്ങളും നമുക്ക് ലാഭമാണ്. വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളും ക്ലേശങ്ങളും ഒന്നും ഇന്ന് നമുക്ക് അത്തരം വിഷയങ്ങളൊന്നും അനുഭവിക്കാനില്ല. എല്ലാം വളരെ എളുപ്പമാക്കി അല്ലാഹ് നമുക്കത് എളുപ്പമാക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം അത്രമേൽ എളുപ്പത്തിൽ പല കാര്യങ്ങളും നമുക്ക് പണ്ട് കാലത്ത് അപേക്ഷിച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലെങ്കിൽ അവൾ ചിന്തിച്ചു നോക്കേണ്ടത് ഇത്തരത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ വൈൻ തഉദ്ദു നിഅമത്തുല്ലാഹി ലാ തഹ്സുഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്തരത്തിലുള്ള ഓരോ അനുഗ്രഹങ്ങളും കൃത്യമായി നമ്മളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവേണ്ടത്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഒരു നാൾ വരാനുണ്ട്. ആ നാളിൽ നിങ്ങൾ എത്ര കണ്ട് പുരോഗമിച്ചാലും എത്ര വലിയ രൂപത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ അതിന്റെ ഉത്തുംഗതയിൽ എത്തിയെന്ന് പറഞ്ഞാൽ പോലും ഒരു നാൾ വരാനുണ്ട്. ആ നാളിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസികളും അവിശ്വാസികളും അടങ്ങുന്ന മനുഷ്യ സമൂഹം ഒന്നടങ്കം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള ഒരു ദിവസം വരാനുണ്ട് എന്നും അവിടെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്ക് കഴിയൂ എന്ന ബോധ്യമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. ശബാബക ഖബ്ല ഹറമിക. നിങ്ങൾക്കൊരു വാർദ്ധക്യം വരാനുണ്ട്. ആ വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കൈകാലുകൾ എത്താത്ത ഒരു പ്രായം നിങ്ങൾക്ക് വരാനുണ്ട്.
ആ വാർദ്ധക്യത്തിന്റെ അവശതയ്ക്ക് മുമ്പ് നിങ്ങളുടെ ഈ യുവത്വമുണ്ടല്ലോ, നിങ്ങൾക്ക് സഞ്ചരിക്കാനും ഇഷ്ടമുള്ളതെല്ലാം ചിന്തിക്കാനും അത് കളിക്കാനും രസിക്കാനും രമിക്കാനും ഒക്കെ കഴിയുന്ന ഈ ഒരു ചുറുചുറുക്കുള്ള പ്രായമുണ്ടല്ലോ, ഈ പ്രായത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് അല്ലാഹു റസൂൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വസ്വിഹതിക ഖബ്ല സഖമിക, നിങ്ങൾക്ക് ഒരു രോഗാവസ്ഥ വരാനുണ്ട്. ആ രോഗാവസ്ഥയ്ക്ക് മുമ്പ് ഒരുപക്ഷെ വളരെ പെട്ടെന്നായിരിക്കും അത് വരിക. ഇന്നലെ ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നത്, വൈകുന്നേരം വരെ എഴുന്നേറ്റ് നടന്നൊരു വ്യക്തി പെട്ടെന്നൊരു ബ്ലീഡ് വരികയാണ്. അതിനുശേഷം ICUയിൽ അഡ്മിറ്റ് ആക്കുകയാണ്. രാത്രി 10 മണിക്ക് മരണം സ്ഥിരീകരിക്കുകയാണ്. നമ്മളെപ്പോലെ ചുറുചുറുക്കുള്ള ആളുകൾ പെട്ടെന്നൊരു നിമിഷം ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് മരണത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ശാശ്വതമായ രോഗാവസ്ഥയിലേക്ക് പോകുന്ന എത്ര അനുഭവങ്ങളുണ്ട്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു തരികയാണ്. മൂന്നാമതായി നിങ്ങളുടെ ദാരിദ്ര്യത്തിന് മുമ്പ് നിങ്ങൾ ഐശ്വര്യത്തെ, നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു നിലയ്ക്കും അഹങ്കരിക്കേണ്ട കേട്ടോ മനുഷ്യരെ. നിങ്ങൾക്ക് നിലവിലുള്ള എന്തെല്ലാം ഐശ്വര്യങ്ങളുണ്ടോ, സമൃദ്ധിയുണ്ടോ, സമ്പത്തുണ്ടോ, സ്ഥാനമാനങ്ങളുണ്ടോ, അതെല്ലാം നശ്വരമാണ്. അത് നഷ്ടപ്പെടുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട്. ആ സമയത്തിന് മുമ്പ് നിങ്ങളുടെ ഐശ്വര്യകാലത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. നിങ്ങൾ തിരക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരുപക്ഷെ ഇപ്പൊ കുറച്ചൊരു ഒഴിവ് സമയമുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെയുള്ള സമയം നിലവിലുണ്ട്. നിങ്ങൾ തിരക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ അള്ളാഹു ഒന്ന് കുടുസാക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹു ഒന്ന് പ്രയാസപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ തീരുമെല്ലാം. അതിനു മുമ്പ് നിങ്ങളുടെ ഒഴിവ് സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ. വഹയാതക ഖബ്ല മൗതിക, നാം ഏവരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നനച്ചിരിക്കാത്ത ഒരു അതിഥി നമ്മളിൽ ഏവർക്കും വരാനുണ്ട്. ആ മരണം, അതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കൊള്ളണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമുക്ക് അള്ളാഹു നൽകിയ ഈ സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ കൃത്യമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇസ്ലാം എന്ന ഈ മഹത്തായ ആശയത്തിനെതിരെ വളരെ കൃത്യമായി ചേരിതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ കൃത്യമായ ആരോപണങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന, ഫേക്ക് ന്യൂസുകളും സത്യങ്ങളല്ല എന്ന് 100% ഉറപ്പുള്ള അർദ്ധസത്യങ്ങളും അത്തരത്തിലുള്ള വാർത്തകളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേവലം ചില ചായക്കടകളിൽ നിന്ന് തുടങ്ങി ചാനൽ ചർച്ചകളിൽ വരെ ഇസ്ലാമും മുസ്ലിം സ്ത്രീയും ഹിജാബും ഒക്കെ ചർച്ചയാവുന്ന ഇന്നത്തെ ഒരു കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. മതമെന്നാൽ അത് ഇവിടെ അവർ ഉണ്ടാക്കി വെച്ച ഒരു മതേതരത്വത്തിന് പുറത്താണ്. അതിന് പുറത്തു മാത്രം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ. നിങ്ങളുടെ മതപരമായ മൂല്യങ്ങളും മതപരമായ ചിഹ്നങ്ങളും, താടിയാകട്ടെ ഹിജാബാവട്ടെ, അതൊക്കെ അതിന് പുറത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു നരേഷനുണ്ട്. അതിനെല്ലാം ഭേദിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. ഒന്നാമതായി അതിന് മറുപടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. ഇസ്ലാം ആചരിച്ചുകൊണ്ട് വളരെ കൃത്യമായി പ്രാക്ടീസിങ് മുസ്ലിംസ് ആയിക്കൊണ്ട് മാറിക്കൊണ്ട് നമുക്ക് ജീവിതം കൊണ്ട് ചെയ്തു കാണിക്കാൻ കഴിയണം. അതോടൊപ്പം ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളെ അറിവ് കൊണ്ടും ആശയം കൊണ്ടും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം അതിലൂടെ നമ്മളാണ് അതിന് മുമ്പിലുണ്ടാവേണ്ടത് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മളിലൂടെ ഒരുപാടധികം ആളുകൾക്ക് ഈ ദീനിന്റെ ഹലാവത്ത് കിട്ടാൻ, ഇതിൽ ആസ്വാദനം കിട്ടാനും ഹിദായത്ത് കിട്ടാനും നാളെ സ്വർഗത്തിൽ നമ്മളോടൊപ്പം അവരും ഉണ്ടാവാൻ, അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മളും ഉണ്ടാവണം എന്ന ബോധ്യത്തോടുകൂടി ചില കാര്യങ്ങൾ ബോധപൂർവം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് വലിയൊരു അവസരമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ സ്മാർട്ട് ഫോണുകൾ. നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന, ഇഴചേർന്ന ബന്ധമുള്ള ഈ സോഷ്യൽ മീഡിയയെ അത്തരത്തിൽ നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് അതിന് സാധിക്കുക? ചില ബോധങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവസരങ്ങൾ ഒരുപാടാണ്. ഈ ഇടയ്ക്ക് മലപ്പുറം ജില്ലയിൽ ഒരു പുതിയ ഹൈവേ പുറത്തു വരികയുണ്ടായി. ആ ഹൈവേ അതിൽ ഉദ്ഘാടനം കഴിയുന്ന ആ ഒരു പണി പൂർത്തിയാവുന്ന സമയത്ത് ആ ഹൈവേയുടെ പ്രദേശത്ത് ഒരു വീടുണ്ടായിരുന്നു. അവിടെ വളരെ വൃദ്ധനായ ഒരു വ്യക്തി, അദ്ദേഹം അവിടെ ഈ പണി നടക്കുന്ന സമയത്ത് അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുമ്പോൾ അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വളരെ പെട്ടെന്ന് മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് നമസ്കരിക്കാനായി ഒരുപാടധികം അന്യസംസ്ഥാന തൊഴിലാളികൾ വരികയാണ്. അവർ വന്നിട്ട് പറയുന്ന, പങ്കുവയ്ക്കുന്ന ഒരു ആവലാതി വേവലാതി എന്നുള്ളത്, ഇനി ഞങ്ങൾക്ക് ആരാണ് ഈ മെസ്സേജ് എന്നും അയക്കുക? അദ്ദേഹം ചെയ്ത പണി വളരെ സിമ്പിളായിരുന്നു. തന്റെ ഫോണിലേക്ക് വരുന്ന എല്ലാ ദിവസവും രാവിലെ 10-11 ഭാഷകളുമൊക്കെയായി ഇറങ്ങുന്ന ഒരു വഴിവിളക്ക് എന്നൊരു പോസ്റ്റർ സീരീസ് ഉണ്ടായിരുന്നു. 11 ഭാഷകൾ വരുന്നുണ്ട്. അതിൽ കന്നഡ ഭാഷ വരുന്ന പോസ്റ്റർ എടുത്ത് അദ്ദേഹം ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കന്നഡ സംസാരിക്കുന്ന ആളുകൾ, അത് വായിക്കാൻ അറിയുന്ന ആളുകൾക്കുള്ള ഒരു ബ്രോഡ്കാസ്റ്റ്. അതുപോലെ ഹിന്ദി അറിയുന്ന ആളുകൾ, ഉറുദു അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ മറാത്തി അറിയുന്ന ആളുകൾ, അവർക്കൊക്കെ ഓരോരോ സെപ്പറേറ്റ് ബ്രോഡ്കാസ്റ്റ് തന്റെ ഫോണിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നും രാവിലെ വരുന്ന ആ പോസ്റ്റർ അദ്ദേഹം ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് എടുത്തുകൊണ്ട് ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളൊക്കെ അയക്കും.
സാധിക്കും. അതാണ് അദ്ദേഹം ചെയ്യുന്ന ആകെ ഒരു കർത്തവ്യം. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം ആവലാതിയുമായി വന്നത് ഒരുപാടധികം ആളുകളായിരുന്നു. അവർക്ക് എന്നും കിട്ടുന്ന ഈ നന്മയുടെ സന്ദേശം ഇനി ആര് ഞങ്ങൾക്ക് നൽകുമെന്ന ചോദ്യമായിരുന്നു അവർ ബാക്കി വെച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാടധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും പുതിയ കാലത്തെ തിന്മകളിൽ അഭിരമിക്കുന്നതിന് പകരം അതിന് നന്മയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ഒരാൾക്ക് ഒരു നന്മ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മളിലൂടെ ഒരാൾ ഒരു നന്മ നേടിയെടുക്കുകയാണെങ്കിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ആരാണോ ആ കർമ്മം ചെയ്യുന്നത്, ആ ഫിഅൽ ചെയ്യുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന് എത്ര പുണ്യം ലഭിക്കുമോ അത്രയും പുണ്യം, സമാനമായ പുണ്യം അത് പകർന്നു കൊടുത്ത, അത് കൽപ്പിച്ചു കൊടുത്ത വ്യക്തിക്കും ലഭിക്കുമെന്നതാണ്. ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഒരു വാക്കായാലും ഒരു എഴുത്തായാലും ഒരു ആംഗ്യമായാലും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആംഗ്യ പ്രകടനം മാത്രമാണ് അദ്ദേഹം നടത്തിയതെങ്കിലും അതിലൂടെ ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓഹരി ഒട്ടും കുറയാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഫോണിനെ അത്തരത്തിലുള്ള നന്മയുടെ മേഖലയുമായി, നന്മയുടെ കൂട്ടുമായി കൂട്ടിക്കെട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, അനാവശ്യമായി സമയം ചെലവഴിക്കുക എന്നതാണ് ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രയാസമായി പുതിയ കാലത്ത് എല്ലാവരും നേരിടുന്ന ഒരു വിഷയം. അനാവശ്യമായി സമയം ചെലവഴിച്ചു പോവുക. പലപ്പോഴും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറുകൾ തള്ളി നീക്കുന്ന ഒരു സാഹചര്യം അറിയാതെ പോകുന്ന, എത്രയോ മണിക്കൂറുകൾ സ്ക്രോൾ ചെയ്തും റീലുകൾ കണ്ടുകൊണ്ടുമൊക്കെ ചെലവഴിക്കുന്ന പുതിയ തലമുറ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്രയും സമയം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. കുറച്ചൊരു ആസ്വാദനം, കുറെ ഇങ്ങനെ തോണ്ടി കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കളഞ്ഞു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക്, അതിലൊരു അമിതമായ ആസക്തി ഉണ്ടാവുന്ന രൂപത്തിലേക്ക് ഇന്ന് ഭൂരിഭാഗം വരുന്ന പല യുവാക്കളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പല പഠനങ്ങളും പറയുന്നത് ചില മയക്കുമരുന്നുകളെക്കാൾ ഭീകരമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത്. കാരണം മയക്കുമരുന്ന് പോലുള്ള വിഷയങ്ങളിൽ അഡിക്റ്റ് ആവുന്ന ഒരു വ്യക്തി, അത് കുറവാണ് ചെറുതാണെന്നല്ല പറയുന്നത്, അതിൽ അഡിക്റ്റ് ആവുന്ന ഒരു വ്യക്തിക്ക് ഒരു രൂപത്തിലുള്ള വിഷയം മാത്രമാണ് ശാരീരികമായിട്ട് ഉണ്ടാവുന്നത് എങ്കിൽ ഇവിടെ ഒരു വ്യക്തിയുടെ വികാരങ്ങൾ മാറി 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 വരികയാണ്. ഒരു റീല് കണ്ടൊരു വ്യക്തി ചില ചുരുങ്ങിയ സെക്കൻഡുകളാണ് കാണുന്നുണ്ടാവുക. ആ സെക്കൻഡിൽ കാണുന്ന ഒരു റീലിന്റെ വിഷയമാവില്ല തൊട്ടടുത്ത് വരുന്നത്, അതിന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു വിഷയമാവും. അത് കഴിഞ്ഞ് വരുന്ന മറ്റൊരു വിഷയമാവും. സന്തോഷവും സങ്കടവും പേടിയും ഒക്കെ മാറി 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 വരുമ്പോൾ ആ വ്യക്തിയുടെ ശാരീരികമായ അവസ്ഥയിലും ഹോർമോൺ വ്യതിയാനങ്ങളും മറ്റും ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഇന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ തോണ്ടി പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ അങ്ങനെ തള്ളി ചെലവഴിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞ ചില കൽപ്പനകളുണ്ട്. നമ്മുടെ സമയത്തിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സൂക്ഷ്മത നമുക്ക് അനിവാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ 2 പാദങ്ങൾ ഒരു വിശ്വാസിക്ക് നാളെ അന്ത്യനാളുടെ സമയത്ത് അത് അനക്കാൻ കഴിയുകയില്ല. അൻ ഉംരിഹി ഫീമാ അഫ്നാഹ. ആ 4 കാര്യങ്ങളിൽ ഒന്ന് അവന്റെ ആയുസ്സാണ്. അവൻ ആ ആയുസ് എന്തിൽ ചെലവഴിച്ചു എന്നതിനുള്ള ഉത്തരം പറയാതെ നാളെ അന്ത്യനാളിൽ അവന്റെ പാദങ്ങൾ അനക്കാൻ അവന് കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് അത് കേവലം വെറുതെ തള്ളിക്കളയാനുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ കണ്ട് ആർക്കെങ്കിലുമൊക്കെയായി ജീവിച്ച് ആരെങ്കിലും പറയുന്ന അജണ്ടകളിൽ കുരുങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഒന്നിനോടും അമിതമായ ഒരു ആസക്തി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് മൊബൈലാണ് നമുക്കിപ്പോൾ പ്രശ്നമെങ്കിൽ അത് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അത്തരം ഒരു ആസക്തി നമുക്ക് ഉണ്ടാകുന്നുണ്ടോ, അഡിക്ഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് എല്ലാ വിഷയത്തിലുള്ള അഡിക്ഷനോടും ഒരു മധ്യമ സമീപനമാണുള്ളത്, വസതിയായ നിലപാടാണുള്ളത്. അത് ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും അതിൽ പോലും നിങ്ങൾ അമിതമാകരുത്. ചില കൽപ്പനകൾ അല്ലാഹു റസൂൽ വെച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 യുവാക്കൾ വരുന്ന ചരിത്രം നമുക്കറിയാലോ. അവർ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഞങ്ങൾ തീവ്രമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു റസൂലോട് പറയാനാണ് വന്നത്. പക്ഷെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അവിടെ അതിലും നിങ്ങൾക്ക് കൃത്യമായ മാർഗരേഖയുണ്ട്. നിങ്ങൾക്ക് ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവാൻ പാടില്ല, അത്തരം ഒരു അഡിക്ഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. അതുകൊണ്ട് രാത്രി സമയങ്ങളിലെ, പ്രത്യേകിച്ചും യുവാക്കളായ ആളുകൾ ശ്രദ്ധിക്കുക, രാത്രി സമയങ്ങളിലെ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൃത്യമായി നിയന്ത്രിക്കാൻ, അത് എങ്ങനെയാണോ നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കുക ആ രൂപത്തിൽ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഫോൺ നമുക്ക് ആവശ്യമില്ലല്ലോ. പലപ്പോഴും പലരും അപകടങ്ങളിൽ പെടുന്നത്, പല ട്രാപ്പുകളിലും പെട്ടുപോകുന്നത് രാത്രിയിലെ ഫോൺ ഉപയോഗം കൊണ്ടാണ്. അത് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും തല താഴ്ത്തി ഫോണിൽ നോക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഒരാളോട് സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക, നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ആർജവം കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ കൃത്യമായ അളവ് സ്വീകരിക്കാൻ. നമ്മൾ മൊബൈൽ ഫോൺ
എടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാനിപ്പോൾ മൊബൈൽ എടുക്കുന്നത്? ഇതിനൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഇതെടുത്ത് ഇന്നെ കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യുക, അത് കഴിഞ്ഞ് മാറ്റിവെക്കുക എന്നതിനപ്പുറം വെറുതെ സമയം കളയാൻ വേണ്ടി എടുക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് തിന്മകൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൂടെ വരുന്നത് പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല തിന്മകളും വളരെ പെട്ടെന്ന് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാഴ്ചയിലൂടെ വരുന്ന ഒരുപാടധികം തിന്മകൾ, പല തിന്മകളുടെയും വാതിൽ എന്നത് കാഴ്ചയും കേൾവിയുമാണ്. പലതും കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അശ്ലീലങ്ങളാവട്ടെ, ആഭാസങ്ങളാവട്ടെ, പുതിയ ചില സംസ്കാരങ്ങളാവട്ടെ, ഇസ്ലാമികമല്ലാത്ത ചില അത്തരം രൂപകൽപ്പനകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നീട് അതിലേക്ക് വീണ്ടും 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 പോകുന്ന, അല്ലെങ്കിൽ ഒരു തവണ കണ്ടാൽ അത് നമ്മിലേക്ക് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം പലപ്പോഴും കാണാൻ കഴിയും. ടെക്നോളജിയെ പറ്റി പറയാറുണ്ട്, അത് നല്ല അനുസരണയുള്ള ഒരു അടിമയാണ്. എന്നാൽ അതോടൊപ്പം ഈ സോഷ്യൽ മീഡിയ ടെക്നോളജി എന്നത് അത് ഏറ്റവും മോശമായ ഒരു യജമാനൻ കൂടിയാണെന്നുള്ളതാണ്. നമ്മെ ഭരിക്കുന്ന ഒരു യജമാനായിട്ടും ഇതിന് മാറാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നല്ലത് നോക്കുന്ന ഒരു അടിമയായിട്ട് മാറ്റാനും ഇതിന് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ശൈത്താന് പണി എളുപ്പമാക്കുന്ന ഒരു സമീപനം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ മൊബൈൽ ഫോണും ഒക്കെ തിന്മയുടെ പടുകുഴിയിലേക്കും ആഴങ്ങളിലേക്കും നമ്മെ എത്തിക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്രലോഭനങ്ങളിലേക്കും അത്തരം പ്രകോപനങ്ങളിലേക്കും ഒക്കെ നമ്മുടെ മനസ്സിനെ വഴി മാറ്റുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ, തിന്മയുടെ സാഹചര്യമാണോ പ്രശ്നം, ആ സാഹചര്യത്തെ മാറ്റി നിർത്തുക. വല തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ്. വ്യഭിചരിക്കരുതെന്നല്ല. വ്യഭിചാരത്തിന്റെ സാഹചര്യം എന്താണോ അത് കാഴ്ചയിലൂടെ മോശപ്പെട്ട കാഴ്ചകൾ കാണുന്നതാണോ നിങ്ങളുടെ പ്രശ്നം, ആ കാഴ്ച മാറ്റി നിർത്തുക. ആ കാഴ്ചയ്ക്ക് എന്തെല്ലാം സാഹചര്യങ്ങളാണ് അനുകൂലമായി വരുന്നത്, ആ സാഹചര്യങ്ങൾ മാറ്റി നിർത്തുക. അതിന് ഫോണാണോ പ്രശ്നം, ഫോൺ മാറ്റിവെക്കുക. ഇന്റർനെറ്റ് ആണോ പ്രശ്നം, അത് മാറ്റിവെക്കുക. വൈഫൈ ആണോ പ്രശ്നം, അത് മാറ്റിവെക്കുക. ഇങ്ങനെ പ്രായോഗികമായ പരിഹാരങ്ങളിലൂടെ അനാവശ്യമായത് കാണാനും കേൾക്കാനും മ്യൂസിക്കിന്റെ ലോകത്തേക്ക് പോകാനും സിനിമകൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു തലമുറയെ ആ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ടുവന്ന് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദേഹേച്ഛയോട് പടപൊരുതാൻ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ എന്ന നിലയ്ക്ക് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആരാണോ തന്റെ ദേഹേച്ഛയോട് പടപൊരുതുന്നത്, അവന് അള്ളാഹുവിന്റെ റബ്ബിന്റെ സ്ഥാനത്ത് ആലോചിച്ചുകൊണ്ട് ആ ദേഹേച്ഛയോട് പടപൊരുതി സ്വന്തം ദേഹേച്ഛയെ പേടിക്കുന്ന അത്തരം ആളുകൾ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ, അവർക്കാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അത്തരം ആളുകളുടെ സങ്കേത സ്ഥാനം എന്നത്, അവരുടെ ആത്യന്തികമായ പരിതസ്ഥിതി എന്നത് അത് അവസാനം സ്വർഗത്തിലാണ് ഉണ്ടാവുക എന്നതാണ്. നമ്മുടെ ദേഹേച്ഛയോട് തിന്മകളിലേക്ക് മാടി മാടി വിളിക്കുന്ന ശൈത്വാനിയത്തിൽ നിന്നും മാറിക്കൊണ്ട് നന്മകളിലേക്ക് മാറാനുള്ള ഒരു തന്റെ നമുക്ക് കാണിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, ഇതിൽ ജാഗ്രത പാലിക്കാതെ പോകുന്നത് ആധികാരികമല്ലാത്ത വാർത്തകൾ അത് ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്നൊരു വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു തെമ്മാടി, ഒരു മോശപ്പെട്ട വ്യക്തി, ഒരു ദുർനടപ്പുകാരൻ, അദ്ദേഹം നിങ്ങളിലേക്ക് ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രം പോരാ, വ്യക്തമായി അന്വേഷിക്കണം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു വാർത്തയാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം അത് ഫോർവേഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വരുന്ന സാധനങ്ങളൊക്കെ വെറുതെ ഫോർവേഡ് ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും അവർ കാണാൻ കഴിയും. അതും നമുക്കൊരു വിശ്വാസിക്ക് ചേർന്ന സമീപനമല്ല. അത് ശരിയാണോ അല്ലെങ്കിൽ അത് സത്യമാണോ, പൂർണ്ണമായും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ല എങ്കിൽ പലപ്പോഴും പല ആരോപണങ്ങളുമായിരിക്കും, പലരെയും കളിയാക്കുന്ന വിഷയങ്ങളായിരിക്കും, പല ട്രോളുകളും പരിഹാസങ്ങളും ഗീബത്തും നമീമത്തും ഒക്കെ നമ്മുടെ ഈ ഫോണിലൂടെ വരും. സഹോദരങ്ങളെ, അത് നാളെ നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന ബോധ്യത്തോടു കൂടി അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ നമുക്ക് കാണാം, പച്ചവെള്ളം ക്യാൻസർ ഉണ്ടാക്കും. ഈ ഒരു വാർത്ത ഇപ്പോഴും സോഷ്യൽ മീഡിയയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പച്ചവെള്ളം കുടിച്ചാൽ അത് കുറെ കാലം കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന വാർത്ത. പക്ഷെ പലപ്പോഴും അതിന്റെ ഒരു മറുവശത്തെ പറ്റി ചിന്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ എന്തെങ്കിലും ഒരു അവർക്ക് പറ്റുന്ന രൂപത്തിൽ സാധനം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അത് മതപരമായ വിഷയമാവട്ടെ ഭൗതികമായ വിഷയമാകട്ടെ, അനാവശ്യമായ തെറ്റായ വാർത്തയാണെങ്കിൽ പ്രചരിപ്പിക്കാൻ പാടുകയേയില്ല. പ്രത്യേകിച്ചും ഇസ്ലാമികമായ വിഷയങ്ങൾ അത് പണ്ഡിതന്മാരാണ് പറയേണ്ടത്, അല്ലേ? ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫത്വ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമികമായ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയത്തെ തനിക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ പോലും അത് അറിയുന്ന ആളുകളോട് ചോദിക്കാതെ താനായിട്ടൊരു ഫത്വയിലേക്ക് എത്തും. തന്റെ പരിമിതമായ വായനയിലൂടെയും അറിവിലൂടെയും ഉണ്ടാക്കിയ ഒരു തീരുമാനത്തിലെത്തി ഇതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്ന പച്ച ഹദീസ് നിഷേധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അത്തരം ആളുകൾ എത്തും എന്ന ചിന്ത നമുക്കുണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലെത്ത ആളുകൾ,
വാർദ്ധക്യത്തിലെത്തിയ വയോധികന്മാരായ ആളുകൾ അല്ലെങ്കിൽ വയോധികമാർ അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ഇത്രയും കാലം ജീവിതം വളരെ സുന്ദരമായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച വ്യക്തികളാണ് നമ്മൾ. പക്ഷേ ജീവിതത്തിന്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഫോണും ഒക്കെ കയ്യിൽ കിട്ടിയ ഒരു അവസ്ഥയിൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് പല പിഴവും സംഭവിക്കുന്നുണ്ട്. അവരറിയാതെ അത്തരം തിന്മകളിലേക്ക് പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരിക്കലും അവർക്ക് ചേർന്നതല്ല. ഇനി കുറച്ചു കാലം പിന്നെ ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനുള്ള ആയുസ് അത് ഏറ്റവും അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ആഖിബത്ത് ഏറ്റവും ഹൈറാക്കാൻ, നന്മയിലാക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയുമാണ് അവരിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ അത്തരം ആളുകൾ തന്നെ പല പിഴവിലും ചെന്ന് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഫോണിലൂടെയും അല്ലെങ്കിൽ അനാവശ്യമായി അവർക്ക് വരുന്ന കാഴ്ചകളെ കണ്ടുവരുന്ന, അതിൽ അഡിക്റ്റായി പോകുന്ന ഒരുപാടധികം വാർത്തകൾ ഇന്ന് കേൾക്കുമ്പോൾ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീസിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സലാസത്തു ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം. 3 കാര്യങ്ങളെ പറ്റി അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഈ 3 കാര്യങ്ങളുള്ള ഒരു വ്യക്തി, അവരെ അള്ളാഹു ആ ഖിയാമത്ത് നാളിന്റെ അന്ന് അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരുമായി അള്ളാഹു അവർ നന്നാക്കുകയില്ല എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന 3 കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്ന് എന്നത് വൃദ്ധനായ വ്യഭിചാരിയാണ്. വയോധികനായി ഏറ്റവും അവസാനമായി വ്യഭിചരിക്കുന്ന ഒരു വ്യക്തി. ആലോചിക്കുക, ആ വ്യഭിചാരം എന്നത് ഒരിക്കലും ഒരു ശാരീരികമായ ബന്ധമായി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ഒരുപക്ഷെ ഏറ്റവും അവസാന കാലത്തെ ഏറ്റവും വലിയ ഫിത്ന എന്ന നിലയ്ക്ക് നമ്മുടെ മൊബൈലായിരിക്കും പ്രശ്നം. ഈ മൊബൈലിലൂടെ വരുന്ന അനാവശ്യമായ ഒരു കാഴ്ചയോ കേൾവിയോ ആയിരിക്കും, അത്തരം ആസ്വാദനങ്ങളായിരിക്കും. അതുകൊണ്ട് എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ അത്തരം തിന്മകൾ കടന്നു വരുന്നത്, അത് ഈ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതിനെ മാറ്റിവെക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധൃതി അധികമാണ്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം. ഒരു 3 സെക്കൻഡ്, പണ്ട് കാലത്തൊക്കെ 3 മാസങ്ങളൊക്കെ ആയിരുന്നു പണ്ട് കത്ത് എഴുതിയിരുന്നത്. പണ്ട് കാലത്ത് ആളുകൾ പറയാറുണ്ട്, കത്ത് എഴുതി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതിന് മറുപടി കിട്ടുക. എന്നാൽ ഇന്നത് മാറി ഒരു മെസ്സേജ് അയച്ച് 3 സെക്കൻഡിനുള്ളിൽ മറുപടി കിട്ടണം. 3 മിനിറ്റിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വൈകിയാൽ തന്നെ വലിയ പ്രയാസമാണ്. ഇനി 3 ദിവസമായിട്ട് മറുപടി കിട്ടില്ലെങ്കിൽ അയാൾ എങ്ങാനും മരിച്ചോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് എത്തി നിൽക്കുകയാണ്. എല്ലാം വളരെ പെട്ടെന്ന് വേണം എന്നൊരു ചിന്ത, അതിൽ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരം സ്പീഡ് കൂട്ടുമ്പോൾ, ധൃതി കൂടുന്ന വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം അല്ലാഹു റസൂൽ പറയുകയാണ്, അൽ അജ്ല മിനശ് ശൈത്വാൻ, ധൃതി എന്നത് അത് ശൈത്വാനിൽ നിന്നാണ്. എല്ലാം വളരെ പെട്ടെന്നാക്കുന്ന അത്തരം സമീപനവും നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എടുക്കുമ്പോൾ അതിലൊരു മുഖവും ജീവിതത്തിൽ മറ്റൊരു മുഖവുമാകുന്ന ഒരു സാഹചര്യം നമുക്ക് ചേർന്നതല്ല, ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. രണ്ടോടത്തും വേറെ വേറെ മുഖങ്ങൾ. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു മുഖം, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുമ്പോൾ മറ്റൊരു മുഖം, ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു മുഖം, ഒരു വിവാഹത്തിന് പോകുമ്പോൾ മറ്റൊരു മുഖം. ഇതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത്തരം ആളുകളാണ് കപട വിശ്വാസികളായ മുനാഫിഖുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എണ്ണി പറഞ്ഞു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്നത് അത് 100% ഇസ്ലാമിന് അനുകൂലമാകുന്ന രൂപത്തിൽ, ഇസ്ലാമിന് അനുകൂലമായ രൂപത്തിൽ മാറ്റാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ സംസാരമാവട്ടെ, നമ്മുടെ പെരുമാറ്റമാവട്ടെ, നമ്മുടെ വസ്ത്രധാരണമാവട്ടെ, ഏതെല്ലാം മേഖലയുണ്ടോ അതെല്ലാം ഇസ്ലാമികമാക്കാനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. കാരണം നാം ഏവരും ജീവിക്കുന്നത് നൈമിഷികമായ ഈ ലോകത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, മറിച്ച് നാളെ ശാശ്വതമായി എന്നെന്നും നിലനിൽക്കുന്ന ആ പരലോകത്തെ അവിടുത്തെ രക്ഷയ്ക്കും മോചനത്തിനും വിമോചനത്തിനും വേണ്ടിയാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ആ ഓട്ടം കണ്ടിട്ട് അവിടെ കൂടുതൽ ആളുകൾ ചോദിച്ചു, അനസ് താങ്കൾ എങ്ങോട്ടാണ് ഇങ്ങനെ പരക്കം പായുന്നത്, ഈ ഓട്ടം എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉഹുദിന്റെ താഴ്വാരത്തിൽ നിന്നും സ്വർഗത്തിന്റെ പരിമളം എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഉഹുദിന്റെ താഴ്വാരത്തോടെ യുദ്ധം നടക്കുകയാണ്. അവിടെ ആ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശുന്ന ഈ സ്വർഗത്തിന്റെ പരിമളം ഉണ്ടല്ലോ, അതിലേക്ക് എടുത്തു ചാടാൻ എനിക്ക് സാധിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആത്യന്തികമായ വിമോചനം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് എടുത്തു ചാടുന്ന, അവർ ആസ്വദിച്ചിരുന്ന ഓരോ ആസ്വാദനവും സ്വർഗത്തിന്റെ ആസ്വാദനമായിരുന്നു. അവർ ലക്ഷ്യം വെച്ചിരുന്ന ഓരോന്നും സ്വർഗീയമായ അനുഭൂതികൾക്കായിരുന്നു എന്ന ചിന്തയാണ് നമുക്ക് ഇവർക്ക് മാതൃകയാവേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വലിയ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള ഒരു വലിയ ജാഗ്രത നമ്മേവരും ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും പുതിയ കാലത്തെ ടെക്നോളജിയും മറ്റൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസമാണ് ഇതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ട മറ്റൊരു വീഡിയോ. ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരു ചെറിയ കുട്ടി, ആസാം സ്വദേശിയായ ഒരു കുട്ടി, അവന് ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിൽ തൻ്റെ ഉമ്മയെ നോക്കാൻ ആവശ്യമായി ഒരു ചായ വിറ്റ് നടന്ന ഒരു കുട്ടി. അവൻ്റെ ഈ പ്രയാസങ്ങൾ ഒരു വ്യക്തി വീഡിയോയിൽ ഒപ്പിയെടുക്കുകയും അത് പിന്നീട് വലിയ ചർച്ചയാവുകയും MLA ഒക്കെ നേരിട്ട് സന്ദർശിച്ച് ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്.
നമ്മളിപ്പോൾ ഇതുവരെ കേട്ട ഈ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ മറ്റൊരു വശമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതിൻ്റെ ഗുണങ്ങളെ കൃത്യമായി എടുക്കുകയും എവിടെയാണ് അതിൻ്റെ ദോഷം വരുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനമായിട്ടുള്ളത്. നോക്കൂ, നമുക്ക് ഏറ്റവും കൃത്യമായി നല്ല രൂപത്തിലുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാനും അത് അറിയിച്ചു കൊടുക്കാനുമുള്ള നല്ലൊരു ഉപാധിയാണ് നമ്മുടെ ഫോൺ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ SIR-മായി ബന്ധപ്പെട്ട വിഷയം വന്നത്. SIR അത് പ്രാവർത്തികമാക്കുമെന്നൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. SIR-മായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിൽ മതനിരപേക്ഷ കക്ഷികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഇടപെടണമെങ്കിൽ തീർച്ചയായും അതൊരു പട്ടികയിൽ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ വിഷയത്തിലൊക്കെ നമ്മുടെ പേരതിലുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ ഉള്ള പ്രവാസികളായ ആളുകളുടെ അടക്കം പേര് അതിലുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ട സമയമാണിത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ട അവസരത്തിന് പകരം ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ എന്നത് അത് കേവലം ചില ആസ്വാദനങ്ങളുടെ, നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ചല്ല, ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കപ്പെട്ട ചില ആസ്വാദനങ്ങളുടെ ഒഴുക്കനുസരിച്ച് പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ട ചിന്ത എന്നത് ചെറിയ കുട്ടികൾക്ക് വരെ മൊബൈൽ കൊടുക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഫോൺ കിട്ടിയിട്ടല്ല കുട്ടി വളരേണ്ടത്, മറിച്ച് സംസാരിച്ച് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു പ്രായത്തിൽ മൊബൈൽ കൊടുക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അതൊന്നൊക്കെ മാറി യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് അവരുമായി ചേർന്ന് നല്ലൊരു കുടുംബ സമീപനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉമ്മയും ഉപ്പയും കണ്ടു വളരുന്ന, ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഫോണിന് അഡിക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ മൊബൈലിൽ നിരന്തരം തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കുട്ടിയും അങ്ങനെ വളരുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെയും അടുത്തൊരു തലമുറയെയും കൃത്യമായി വാർത്തെടുക്കുന്ന വിഷയത്തിൽ ചില ശ്രദ്ധ നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ മൊബൈൽ ഫോണും ഒന്നും നമ്മുടെ ഇബാദത്തുകളെ ബാധിക്കാൻ പാടില്ല. എല്ലാ ദിവസവും 5 വക്ത് നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായി ജമാഅത്ത് നമസ്കരിക്കണം. പുരുഷന്മാരാണെങ്കിൽ കുട്ടികളെയും കൂട്ടി പള്ളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ആ ജമാഅത്തിന് മുടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മൊബൈൽ ഫോണുമായി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സുന്നത്തുകൾ ഒരുപക്ഷെ ദിക്റുകളാവാം. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ഒരുപക്ഷെ മുടങ്ങാനുള്ള കാരണം നമ്മുടെ മൊബൈൽ ഫോണാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെ ദിക്റുകളും നമ്മുടെ ദുആകളും ഒക്കെ അത് കൃത്യമായി ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടുകയുള്ളൂ. നമ്മുടെ ഇബാദത്തുകളെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് അത്തരം വിഷയങ്ങൾ എത്താൻ പാടില്ല എന്ന ശ്രദ്ധ കൂടി നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എവിടെയാണോ നന്മകളുള്ളത് ആ നന്മകളിലേക്ക് കുതിച്ചു മുന്നേറാൻ, ആ നന്മകളുടെ സാഹചര്യങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഓടിയെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിന്മകളെ തൊട്ട് വലിയ ജാഗ്രത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. പുതിയ കാലം എന്നാൽ അത് തിന്മയുടെ വലിയ നീരാളിപ്പിടുത്തം നമ്മളിലേക്ക് വരുന്ന, ഒരുപക്ഷെ സെൽഫോൺ അതൊരു സെല്ലാണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അതൊരു നെറ്റാണ്, ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്നൊരു വിശ്വാസി, നമ്മൾ നാളെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ വിമോചനത്തെ ആഗ്രഹിച്ചുകൊണ്ട് നാളത്തെ നരകശിക്ഷയെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ഇപ്പോഴും രോഗം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജോലി കൊണ്ടുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകൾ അള്ളാഹു അവർക്കെല്ലാം ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലും അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം ഏറ്റവും നല്ല ഉപജീവനം സ്വീകരിക്കുവാനും നിർഭയത്വത്തോട് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫിൽ ഫിലസ്തീൻ. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫിൽ ഫിലസ്തീൻ. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മ اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب